നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ സ്നേഹം അറിയിക്കുവാണ്. എല്ലാവർക്കും ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒരു ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നത്. പിന്നെ ഇന്നിപ്പം ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. തോരത്തിന് വേണ്ടിയിട്ട് ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പകുതി വേവായിട്ട് കിടക്കുവാണ്. പിന്നെ രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓട്ടടയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കല്ല് നേരത്തെ തന്നെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് തോരത്തിന് വേണ്ടിയിട്ടൊക്കെ അരച്ചെടുക്കണമല്ലോ. അപ്പോൾ കല്ല് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലിന് നല്ല കറുത്ത കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ കല്ല് കൊണ്ടുവന്ന സമയം മുതൽ കല്ലിൽ നല്ലെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അംശം അങ്ങനെ ഒന്നും കാണരുത് കേട്ടോ നമ്മൾ നല്ലെണ്ണ പുരട്ടി കൊടുക്കുമ്പോൾ. അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ കറുത്ത കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കൂമ്പ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിലോ അങ്ങനെ ഒന്നും അരയ്ക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, പച്ചമുളകും പിന്നെ തേങ്ങയും വെച്ച് അരച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ വാഴത്തട തോരൻ വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൂമ്പ് കിട്ടുന്നെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനിടയ്ക്കൊന്നും എനിക്ക് കൂമ്പ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്കൊരു കൂമ്പ് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ ആ കമൻറ്റിനെ പറ്റി ഓർക്കുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ആ ഒരാളിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പിന്നെ ഈ തോരത്തിന് ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് വലിയ ബലം കൊടുത്തിട്ടല്ല ഇങ്ങനെ കല്ല് ഉരുട്ടി അരയ്ക്കുന്നത്. തോരത്തിന് വേണ്ടിയിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് ചെറിയ തൊത്ത് മാതിരി കിടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ വലിയ ബലമൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തോന്നും ഒരുപാട് നമ്മളിങ്ങനെ ഇട്ട് അരയ്ക്കുന്നതായിട്ട് നമുക്കങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ല, ചെറിയ രീതിയിൽ മാത്രമാണ് വലിയ ബലം കൊടുക്കാതെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ മിക്സി ഇല്ലാഞ്ഞിട്ടല്ല നമ്മളിപ്പോൾ കല്ലിൽ അരച്ചെടുക്കുന്നത്. നേരത്തെ മുതലേ നമ്മൾ കല്ലിൽ അരച്ചെടുക്കുന്നതാണ് ഒരുപാട് നമ്മൾ കഴിക്കുന്നതും ഒത്തിരി നമുക്ക് അങ്ങനെ എളുപ്പം വരുന്നത്. എനിക്ക് കല്ലിൽ അരച്ചെടുക്കുന്നതാണ് നല്ല ഒരു ഇതായിട്ട് വരുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. കല്ലിൽ അരയ്ക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി തേങ്ങ ഇങ്ങനെ ചതഞ്ഞാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടും കേട്ടോ. നല്ല ഒരു ടേസ്റ്റൊക്കെയാണ്. കല്ലിൽ അരച്ചെടുത്ത് കഴിച്ചിട്ടുള്ളവർക്കും കഴിക്കുന്നവർക്കും അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ തൊത്ത് മാതിരി നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കൈവെള്ളം ചെറുതായിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ടാണ് കല്ലിൽ പറ്റിയിരിക്കുന്ന അതിൻ്റെ ആ ചേരുവയൊക്കെ ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂമ്പ് തോരത്തിനുള്ള ചേരുവയെല്ലാം ഇവിടെ അരച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കല്ലെല്ലാം ഒന്ന് കഴുകി ഇതിൻ്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മൊബൈൽ ഈ സൈഡിൽ ഞാനൊരു ടിന്നിലാണ് ഞാൻ കടുപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും, നേരത്തെ ഒരു വീഡിയോയിൽ ഞങ്ങളിവിടെ സൈഡിൽ എങ്ങനെയാണ് ഒരു മൊബൈൽ ഒരു ടിന്നിൽ ഉറപ്പിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മക്കളൊന്നും ഇപ്പോൾ വീഡിയോ എടുത്ത് തരാനായിട്ട് ഇപ്പോൾ വീട്ടിലില്ല, അവർക്ക് പഠിക്കാനൊക്കെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ആരും എടുത്ത് തരാനായിട്ടില്ല. സ്വന്തമായിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒറ്റയ്ക്കൊരു ചാനൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റാൻഡൊന്നും മേടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇതിൻ്റെയൊക്കെ ഒത്തിരി ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാനും ഇതുപോലെ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടൊക്കെയാണ് ഞാനും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കയറി കാണുക. പിന്നെ നമ്മൾ കൂമ്പ് അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ കഴുകിയിട്ടുണ്ടായിരുന്നു. അരിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇത്തിരി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വലയും ചെറിയ നൂല് പോലെയൊക്കെ വരുമല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലാണ് ഞാനിവിടെ തോരൻ വെച്ചെടുക്കുന്ന ചട്ടി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പയർ ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തോരത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കൂമ്പ് തോരൻ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പയറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നേരത്തെയൊക്കെ ഞാനും കൂമ്പ് തോരൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ വാഴയുടെ തടയൊക്കെ എടുത്ത് തോരൻ വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പയറൊന്നും കാണത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് പയർ ഇരുന്നതിനെ കൊണ്ടാണ് ഞാനിവിടെ എടുത്തത്. ചട്ടി വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ റിങ് എടുത്ത് വെച്ച് ചോറ് വെക്കാൻ നേരത്തെ റിങ് മാറ്റിയിട്ടാണ് ഞാൻ വെച്ചിട്ട് ചോറൊക്കെ അതിന് ഞാൻ വേവിച്ചെടുത്തത്. ചട്ടി ചൂടായി വന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൂമ്പ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണല്ലോ വെച്ചത്. പിന്നെ കടുക് വറുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇല്ലായിരുന്നേ, വറ്റൽമുളക് ഇല്ലാത്തതിനെ കൊണ്ടാണ് കറിവേപ്പിലയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ കൂട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ കടുക് വറുത്തിട്ടിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൂമ്പ്, അപ്പോൾ അതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂമ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് വല പോലെ നൂല് പോലെ അങ്ങനെ ഒന്നുമില്ല. വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈ കൊണ്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ നേരത്തെ അവിച്ച് വെച്ചിരുന്ന പയറും ചേർത്ത് കുറച്ച് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് തട്ടിപ്പൊത്തി വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളത്.
പിന്നെ ഈ ഒരു തോരൻ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കല്ലിൽ അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ചേരുവയും പിന്നെ കടുക് വറുത്തിരിക്കുന്ന ആ വെളിച്ചെണ്ണയുടെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആവിയിൽ വേണം അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം ആദ്യത്തെ ആ ഒരു ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ചേരുവയൊക്കെ ഒന്ന് മൊത്തത്തിൽ കറക്റ്റ് ഒന്ന് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ആവി വന്നതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പൊത്തി കറക്റ്റ് ആ ഒരു പരുവത്തിനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു കൂമ്പ് തോരൻ വെച്ചെടുക്കാനായിട്ടുള്ളത്. ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോഴും നമ്മളെ കൂമ്പ് തോരനൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചേരുവയൊക്കെ എടുത്തതിന് ശേഷം കറക്റ്റ് ഒരു പരുവത്തിനൊക്കെ അരച്ചെടുത്തിട്ട് ആവിയിൽ വേണം നമ്മൾ ഈ ഒരു കൂമ്പിനെ വേവിച്ചെടുക്കാനായിട്ടുള്ളത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കല്ല്. അപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. നല്ല തുറുതുറ കിട്ടിയിട്ടുണ്ട്. നൂല് പോലെ വലയോ അങ്ങനെ ഒന്നുമില്ല, മൊത്തത്തിൽ മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വെക്കുന്ന ആ ഒരു രീതിക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ല്. അപ്പോഴേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.